ഒന്നാം ക്ലാസ്സിലെ ആദ്യത്തെ ദിവസം? ആസ് യൂഷ്വൽ മഹാബോറായിരുന്നു. പിന്നെ എച്ച്എമ്മിനും ടീച്ചർമാർക്കും എല്ലാവർക്കും ഒരു ഓട്ട മത്സരം ഉണ്ടായിരുന്നു. കുട്ടികൾക്കല്ലേ ഓട്ട മത്സരം? അമ്മേ, സംഭവം ഞാൻ പറയാം. ഇവളെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഓടി. ഇത് കണ്ട ക്ലാസ് ടീച്ചർ ഇവളുടെ പിറകെ ഓടി, എന്നിട്ട് കിട്ടിയില്ല. അപ്പൊ ബാക്കി ടീച്ചേഴ്സ് അത് കണ്ടിട്ട് ഇവരുടെ രണ്ടുപേരുടെയും പിറകെ ഓടി, അതിന്റെ പിറകെ എച്ച്എമ്മും. ഇതാണ് സംഭവിച്ചത്. അങ്ങനെ അവസാനം അതൊരു കൂട്ടയോട്ടത്തിൽ കലാശിച്ചു അമ്മേ. അവിടെ കൊണ്ട് ഞാൻ നിർത്തിയെന്നാണ് അമ്മയ്ക്ക് തോന്നണത്. ഇന്ന് എച്ച്എമ്മിന് എന്റെ കാല് പിടിക്കേണ്ടി വന്നു. നിന്റെ കാല വെറുതെ തള്ളല്ലേ ഐഷുവേ? തള്ളാണോ ഉള്ളതാണോ എന്ന് അച്ഛനോട് ചോദിച്ചു നോക്ക്. അപ്പറിയാം ഐഷുവിന്റെ പവർ. ഉള്ളതാണേ. അവൾ ഓടിയൊരു മരത്തുമേ വലിഞ്ഞു കയറി. എച്ചം പെട്ടെന്ന് ചെന്ന് അവളുടെ കാലെ പിടിച്ചു വെച്ചിരുന്നോണ്ട് കൂടുതൽ കയറാൻ പറ്റിയിട്ടില്ല. പിന്നെ പൊക്കമുള്ള ഏതോ ഒരു സാറ് വന്ന് അവളെ താഴോട്ട് ഇറക്കിന്നാ കേക്കണത്. എങ്ങനെയാണെങ്കിലും കാലെ പിടിച്ചു എന്നുള്ളത് ഞാൻ സത്യമല്ലേ പറഞ്ഞത്? ഇതെങ്ങനെ അറിഞ്ഞു? കംപ്ലൈന്റ് അവസാനം വരുന്ന ആർക്കാണ്? പേരന്റിനല്ലേ? ഇതെന്താണ് ഐഷുവേ നഴ്സറി കുട്ടികളെ പോലെ ഒന്നാം ക്ലാസ്സിലും ബിഹേവ് ചെയ്യണത്? ആഹാ, ഇപ്പൊ അമ്മയും ടീച്ചറിനെ പോലെ ആയില്ലേ? LKG വെച്ചിട്ട് അച്ഛൻ എന്നെ സ്കൂളിലാക്കി പോയപ്പോ ഞാൻ അതിഭീകരമായി കരഞ്ഞു. അപ്പൊ ടീച്ചർ എന്താ പറഞ്ഞത്? LKGയിലായി, ഇനി ഇല്ലാ കുട്ടിയൊന്നും അല്ല, അതുകൊണ്ട് കരയാൻ പാടില്ല അത്രേ. UKGയിലായപ്പോ അതേ ടീച്ചർ പ്ലേറ്റ് മാറ്റി എന്നോട് പറയാ, ഇതെന്താണ് LKG കുട്ടികളെ പോലെ കിടന്ന് കാരണേന്ന്. ഇപ്പതേ ഒന്നാം ക്ലാസ്സിലായപ്പോ എല്ലാരും പറയണു എന്താ നഴ്സറി കുട്ടികളെ പോലെ കരയണോന്ന്. ഇതെന്തത്, ഒരിക്കലും എന്റെ സീനിയോറിറ്റി മാറില്ലേ? ലോകത്തെ എല്ലാവർക്കും മക്കളുണ്ട്, നമുക്കുണ്ട്. പക്ഷെ ഇതിന്റെ വായ പോലൊന്ന് ഞാൻ ഇന്നും കേട്ടിട്ടില്ല എന്റെ രഘുവേട്ടാ. ഞാനൊക്കെ എന്ത്, അമ്മ സ്കൂളിലൊന്ന് വന്ന് നോക്കണം. എന്തൊക്കെയാ അവിടെ നടക്കണേന്ന് അപ്പളേ അറിയൂ. അല്ല, എന്താണ് ഇവിടെ നടക്കണത്? പരലോകത്തുള്ളവർക്ക് ഈ ലോകത്തെ കാര്യം മനസ്സിലായില്ല. എന്തുട്ട്? ഐ മീൻ, അച്ഛൻ ചേട്ടൻ ഇപ്പൊ വേറെ ഏതോ ലോകത്താണല്ലോ. അപ്പൊ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ തലേ കയറുമെന്ന് എനിക്കറിയില്ല എന്ന് പറയായിരുന്നേ. മാമ, കാറ് കഴുകട്ടെ? അച്ഛനെ സോപ്പിടാൻ തുടങ്ങി. വേണ്ടടാ, ഞാൻ കഴിയിട്ടു. മാമിക്ക് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ? എന്താ ദശനെ, നിനക്ക് പെട്ടെന്ന് ബോധോദയം വന്നോ? ഏയ്, ഞാൻ കുറച്ച് നാളായിട്ട് ഇവിടെ ഒന്നും ചെയ്തു തരാറില്ലെന്ന് ഇപ്പോഴാണ് ഓർത്തത്. ചെയ്തെടുത്തോളം സഹായമൊക്കെ മതിയേ. ആ കേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഐഷൂട്ടി? ഇത് സ്ട്രോബെറി കേക്കാണോ? അതന്നെ. എന്നെ സോപ്പിടാൻ തന്ന കേക്കായോണ്ടാണോന്ന് അറിയില്ല, മധുരം ഒട്ടില്ലായിരുന്നു. അടുത്ത തവണ പട്ടണത്തിലേക്ക് വായോ, അവിടെ നല്ല കേക്ക് ഉണ്ടാക്കുന്ന ഒരു സ്ഥലം എനിക്കറിയാം. അതൊന്നും കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോ. എന്റെ ക്ലാസ് തുടങ്ങി. ഓ, ഈ കുരിപ്പ് ഇവിടെയുള്ളപ്പോ സംസാരിച്ചാൽ ശരിയാവില്ല. ഞാനിവരെ സോപ്പിടാൻ ശ്രമിക്കും, ഇവള് മുടക്കും. പിന്നെയും ശ്രമിക്കും, ഇവള് മുടക്കും. ഞാനിവിടെ അധികം താമസം ഇല്ലാത്തതുകൊണ്ട് മുറിയൊക്കെ കുറച്ച് പൊടി പിടിച്ച് തുടങ്ങിയോന്നൊരു സംശയം. ഏത് ആഴ്ചയിൽ 2 ദിവസം തൂത്ത് തുടച്ചിടുന്ന മുറിയോ? എന്നാലും ഞാനൊന്ന് പോയി വാക്യൂം ക്ലീൻ ചെയ്തിട്ട് വരാട്ടാ. ഇതെന്ത് പറ്റി ഇവന്? ബുദ്ധിയൊക്കെ തെളിഞ്ഞു തുടങ്ങിയാവോ? ബുദ്ധി ഓവറായിട്ട് തെളിഞ്ഞാലും ഇങ്ങനെയൊക്കെ തന്നെയാ. എന്ന് വെച്ചാ പറ്റിക്കാൻ നോക്കുകയാണെന്ന്. അവന് മനസ്സിലാവണില്ല. ബുദ്ധി തെളിഞ്ഞ അവന് മാത്രമാണ് നല്ലത്, നമുക്ക് എന്താണ്? ബിജുവേട്ടൻ എന്തോ പറഞ്ഞു വെച്ചിട്ട് അവളത് ചെയ്യാൻ നടക്കണോ? എന്റെ അനന്യെ, ഇങ്ങനെ ചൂടാവാതെ. മാസം 5 ആണെന്നുള്ളത് മറക്കരുത് കേട്ടോ, കുഞ്ഞിന് നല്ലതല്ല. എന്ന് വെച്ചിട്ട് നീ അവളുടെ ഉപദേശിച്ച് നല്ലവളാക്കാനുള്ള തീരുമാനത്തിലാണോ? അങ്ങനെ അവള് നന്നാവില്ലെന്നുള്ളത് എനിക്കറിയില്ലേ. പിന്നെ എന്താ നിന്റെ ഉദ്ദേശം? നോക്ക്, നീ സമാധാനപരമായിട്ട് സംസാരിച്ച ഞാൻ പറയാം. അപർണയുടെ കാര്യത്തില് എനിക്കിത്തിരി സമാധാനം കുറവ് തന്നെയാ. അറിയാലോ അവള് നമ്മളോട് ചെയ്ത ദ്രോഹമൊക്കെ അറിയാം. പക്ഷെ നമുക്കതിന് മാറ്റാൻ പറ്റുമോ? നിനക്കറിയാലോ, ആദ്യത്തെ കുഞ്ഞിനെ ഗർഭിണിയായിരുന്നപ്പോ ഇച്ചായം കുറച്ചൊന്ന് നേരെയായതാ. പക്ഷെ പെൺകുട്ടിയാണെന്ന് കണ്ടതും പഴയ 19ആയി. ഇപ്പോഴും അതുപോലെ ആള് സോഫ്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ കാണുമ്പോ എനിക്ക് പേടിയാണ് കേട്ടാ. ഇതും പെൺകുട്ടിയായി പോകുന്നുള്ള പേടിയല്ലേ നിനക്ക്? വിട്ടുകള, എന്നിട്ട് മാക്സിമം സന്തോഷിച്ചിരിക്കാൻ നോക്ക്. ദേ ഇങ്ങോട്ട് നോക്ക്. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ആരോഗ്യത്തോടെ വളരണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കേൾക്കണം കേട്ടോ. എനിക്കിപ്പോ ദേഷ്യം തോന്നുന്ന അപർണയോടാണ്. അവളെ കാണല്ലേ എനിക്ക് ഇങ്ങനെ കെട്ടേണ്ടി വന്നത്. കെട്ടി 2ാമത്തെ കൊച്ചു ആവാറായപ്പോ തന്നെ പറയണം. അശോ, വിഷമമായോ? എന്നാ കേട്ടോ, ഇത് ഒരാൺകുട്ടി തന്നെ ആയിരിക്കും. നിനക്കെന്താ ഇത്രയ്ക്കും കൂടെ ഉറപ്പ്? എന്റെ മനസ്സ് പറയുന്നു. ഇതുപോലെ തന്നെ വേറെ ആരുടെ കേസിൽ പറഞ്ഞതും സത്യമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പോടി അന്ധവിശ്വാസി. ദേ, ഇതാണ് എനിക്ക് പിടിക്കാത്തത്. ഒരു നല്ല കാര്യം പറയുമ്പം വിശ്വസിക്കരുത്. ശരി, വിശ്വസിച്ചിരിക്കണു. പക്ഷെ തെറ്റിപ്പോയാല് നിന്നെ ഞാൻ പെറൂല് വന്ന് തല്ലൂട്ടാ. വേണ്ടി വരില്ല. ഇത് ഇച്ചായിന്റെ ഇഷ്ടത്തിന് ജനിക്കുന്ന ആൺകുട്ടിയാണെങ്കിൽ ഭാവിയിൽ അവൻ ഇച്ചായിനെ നിലയ്ക്ക് നിർത്തും. പേളിയായി പറയണത്. നാവ് പൊന്നായിരിക്കട്ടെ. അപ്പൊ ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. ഹൈപ്പും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.